Hi friends, today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ UPSC, PSC, SSC ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ഓൾറെഡി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CAGയിൽ നിന്ന് പലതരത്തിലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ CAG എന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. ആർട്ടിക്കിൾ 148 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ചിട്ട് ഇന്ത്യയിൽ ആർട്ടിക്കിൾ 148 ഇൻഡിപെൻഡൻറ്റ് ഓഫീസ് ഓഫ് ദ CAG കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 148 CAG കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. CAG എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. അപ്പോൾ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ആര്? CAG. മാത്രമല്ല നമ്മളെ പബ്ലിക് പണത്തിൻ്റെ ഗാർഡിയനാണ് ആര്? CAG. മാത്രമല്ല നമ്മളൊരു ഫെഡറൽ നേഷനായ ഇന്ത്യയുടെ നമ്മുടെ കൺട്രിയുടെ ഫിനാൻഷ്യൽ സിസ്റ്റംസിനെ എൻ്റയറായിട്ട് കൺട്രോൾ ചെയ്യുന്നത് CAG ആണ്. ഒരു ഫെഡറൽ നേച്ചറായ ഇന്ത്യ സെൻട്രൽ ലെവലും സ്റ്റേറ്റ് ലെവലും ഉണ്ട്. അപ്പോൾ സെൻട്രൽ ലെവലും സ്റ്റേറ്റ് ലെവലും ഫിനാൻഷ്യൽ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് CAG ആണ്. അപ്പോൾ നമ്മുടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. CAG ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? ഈ ഒരു പിക്ചർ എടുത്ത് നോക്കൂ. ഈ ഒരു പിക്ചറിൽ നമ്മളെ പ്രസിഡൻ്റ് ഉണ്ട്, CAG ഇപ്പോഴത്തെ CAG ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് CAG അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? CAG അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ്. ഈ ഹോൾഡ് ഓഫ് ഓഫീസ് എത്ര വർഷമാണ്? 6 years ആണ് CAGയുടെ ഹോൾഡ് ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. 6 years അല്ലെങ്കിൽ 65 years. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിന് റിസൈൻ ചെയ്യാനുള്ള കഴിയും. പക്ഷേ റിസിഗ്നേഷൻ ലെറ്റർ അഡ്രസ്സ് ചെയ്യുന്നത് പ്രസിഡൻറ്റിനായിരിക്കണം. അപ്പോൾ പ്രസിഡൻറ്റിനായിരിക്കണം റിസിഗ്നേഷൻ ലെറ്റർ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ, ഈ ഒരു ഡ്യൂറേഷനിൽ തന്നെ അദ്ദേഹത്തിന് റിമൂവൽ ചെയ്യാൻ കഴിയും. റിമൂവൽ ചെയ്യാൻ കഴിയുന്നത് പ്രസിഡൻറ്റിനാണ്. പ്രസിഡൻറ്റിന് തന്നെയാണ് റിമൂവൽ ചെയ്യാനുള്ള അധികാരമുള്ളത്. ആ സെയിം ആസ്പെക്റ്റിൽ പ്രസിഡൻറ്റിന് അദ്ദേഹത്തിനെ റിമൂവൽ ചെയ്യുന്നത് ഒരു പ്രത്യേക അധികാരം വെച്ചിട്ടാണ്. ഒരു പ്രത്യേക ബേസിസ് ഉണ്ടാവണം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ബോത്ത് ഹൗസസും ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ആണ് ഈ പ്രസിഡൻറ്റ് ഈ CAGനെ റിമൂവൽ ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ പാർലമെൻറ്റിലെ ഇരു സഭകളും ചേർന്നിട്ട് ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയതിൻ്റെ ബേസിസിലാണ് പ്രസിഡൻറ്റ് റിമൂവൽ ചെയ്യുന്നത് CAGനെ റിമൂവൽ ചെയ്യുന്ന മാനർ സെയിം ആസ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ടിലെ ജഡ്ജിനെ ഇംപീച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് CAGനെ റിമൂവൽ ചെയ്യുന്നത്. പിന്നെ ഒരു അനദർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എലിജിബിൾ ഫോർ ഫർദർ ഓഫീസ്. ഇപ്പോൾ CAG ആ ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഓഫീസ് അണ്ടറിലുള്ള ഒരു ഓഫീസിൽ ഇരിക്കാനുള്ള അധികാരമില്ല, അതിന് എലിജിബിളും അല്ല. അപ്പോൾ ഈസ് നോട്ട് എലിജിബിൾ ഫോർ ദ ഫർദർ ഓഫീസ് എയ്തർ അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇനി അടുത്ത് നമുക്ക് സാലറി ആൻഡ് അലോവൻസ് ഒക്കെ നോക്കാം. പാർലമെൻറ്റാണ് CAGയുടെ സാലറിയും പിന്നെ വർക്കിംഗ് കണ്ടീഷനൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സാലറി എന്ന് പറയുന്നത് ഈക്വൽ ടു ദാറ്റ് ഓഫ് സുപ്രീം കോടതി ജഡ്ജിൻ്റെ ഈക്വൽ തന്നെയാണ് സാലറി എന്ന് പറയുന്നത്. പിന്നെ അനതൊരു കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഓഫ് ദ CAG. അപ്പോൾ CAGയുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? സാലറി, പിന്നെ അലോവൻസ്, ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ പെൻഷൻസ്, CAG ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ പെൻഷൻ, ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ
ഇതൊക്കെ കൺസോളിഡേറ്റീവ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഇതെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺസോളിഡേറ്റീവ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഈ എല്ലാം ചാർജ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇസ് നോട്ട് സബ്ജക്റ്റ് ടു ദ വോട്ട് ഓഫ് പാർലമെൻറ്റിൻ്റെ സബ്ജക്റ്റിൽ വരുന്നതല്ല. ഇനി അനദർ പോയിൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആർട്ടിക്കിൾ 149. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 149 ഒരു കാര്യം പറയുന്നുണ്ട്. അതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു CAG യൂണിയൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെയോ ഇനി അല്ലെങ്കിൽ അത് അതോറിറ്റി ഓർ ബോഡീസിൻ്റെയോ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ സർട്ടൻ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഉണ്ട്. അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പാർലമെൻറ്റാണ്. അത് ആർട്ടിക്കിൾ 149 പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കാം. CAGൻ്റെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കാം. ആർട്ടിക്കിൾ 148 മുതൽ 151 വരെ CAGയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ 148 CAGനെ പറ്റി പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 148. അപ്പോൾ 149 ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ CAGയുടെ ഡ്യൂട്ടീസ് പവേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ആർട്ടിക്കിൾ 149. ആർട്ടിക്കിൾ 150 എന്താണ്? ആർട്ടിക്കിൾ 150 ഇപ്പോൾ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതായ ഏത് തരത്തിലുള്ള അക്കൗണ്ട്സ് ആണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 150. ആർട്ടിക്കിൾ 151 എന്താണ്? അത് ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ട് പറയുന്നതാണ് ആർട്ടിക്കിൾ 151. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ആയിട്ടുള്ള ഒരു ന്യൂസിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ആ ന്യൂസ്? ഇപ്പോൾ റീസെൻ്റായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് റൈഫിൾസ് നഷ്ടമായതിനെ കുറിച്ചിട്ട് ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്ത എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ CAG റിപ്പോർട്ട് നമുക്ക് ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ലിങ്ക് ചെയ്ത് മനസ്സിലാക്കാം. CAG റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള എല്ലാതും ഓഡിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ഓർത്തെടുക്കാൻ. നമ്മൾ മറന്നു പോകും. ഇപ്പോൾ സിവിൽ സർവീസിലൊക്കെ ചോദിക്കും CAG ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇനി അടുത്തത് നോക്കാം. ഇപ്പോഴത്തെ CAG ആരാണ്? ഇത് PSC ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് ഇപ്പോഴത്തെ? ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഇദ്ദേഹത്തിൻ്റെ പേര് രാജീവ് മഹർഷി എന്നാണ്. എന്താണ്? രാജീവ് മഹർഷിയാണ് ഇപ്പോഴത്തെ CAG. രാജീവ് മഹർഷി ആണ് ഇപ്പോഴത്തെ CAG. അപ്പോൾ ഇതും PSC ലെവലിലൊക്കെ ഇപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് രാജീവ് മഹർഷി എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു 1 ഇയറിൻ്റെ ശേഷം അദ്ദേഹം ഡ്യൂറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ കറണ്ടായിട്ട് ഇരിക്കുന്നത് രാജീവ് മഹർഷിയാണ്. പക്ഷേ UPSC ഉള്ള കുട്ടികളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ഫങ്ഷൻസൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.